സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ദേ ഈ കാണുന്ന കത്തിരിക്ക ചുട്ട റോസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് കത്തിരിക്ക ഒരു 8-10 കത്തിരിക്ക നല്ലതുപോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പുറംതൊലി കരിഞ്ഞ് അതിനെ ഇളക്കി കളയാൻ പാകത്തിന് വേണ്ടി ചുട്ടെടുക്കുക. അതേ കൂട്ട് തക്കാളി 2-3 തക്കാളി ഇതേപോലെ ചുട്ട് ഇതേ കൂട്ട് തൊലി പോകണം കേട്ടോ. നല്ലതുപോലെ തൊലി കളയാൻ പാകത്തിന് ചുട്ടെടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ആവശ്യത്തിന് മതി. കുട്ടിയൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ സവാള കുനുകുന അരിഞ്ഞത്. പിന്നെ ഇതിലൊരു മെയിൻ ആയിട്ടുള്ള ഐറ്റംസാണ് ഈ കാണുന്ന പച്ചത്തക്കാളി കുനുകുന അരിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്തതിന് ശേഷം നല്ലതുപോലെ ക്ലീൻ ചെയ്യുക. സാധനമെല്ലാം ക്ലീൻ ചെയ്യുക. ഈ കരിഞ്ഞതെല്ലാം എടുത്ത് മാറ്റി നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം കുനുകുന അരിഞ്ഞു വയ്ക്കുകയല്ല. ഓക്കെ. അതിനുശേഷം വന്നിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വേറെ എണ്ണയൊന്നും ഒഴിച്ചുള്ളതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് സവാളയാണ് ഇടേണ്ടത്. സവാള ഒരു 2 സവാള മതിയാവും കേട്ടോ കുനുകുന അരിഞ്ഞത്. അപ്പോൾ എനിക്ക് കുറച്ച് എരിയുടെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കാന്താരമുളകിൽ ചേർക്കുന്നുണ്ട്. അതൊന്നും നിർബന്ധമല്ല. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇതെല്ലാം ചേർത്ത് അതിൻ്റെയൊക്കെ പച്ചമണം പോയതിന് ശേഷം മഞ്ഞപ്പൊടി ഇട്ട് അതേ കൂട്ടി തന്നെ ചെയ്യുക. അതിനുശേഷം വന്നിട്ട് നമ്മുടെ പച്ചത്തക്കാളി ഇടുക. പച്ചത്തക്കാളി ഇട്ടൊന്ന് വരട്ടിയതിന് ശേഷം പിന്നെ വന്നിട്ട് നമ്മുടെ ചുട്ട തക്കാളി, അതിനുശേഷം കത്തിരിക്ക ചുട്ടത് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഉപ്പിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം വറുത്ത് പൊടിച്ച മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി അതേ കൂട്ട് വറുത്ത് പൊടിച്ചത് 1 സ്പൂണ്, ഗരം മസാല ഇല്ലെങ്കിൽ നമുക്ക് പെരിഞ്ചീരകമായാലും മതിയാവും കേട്ടോ. 1 സ്പൂണ്. ഒരു രക്ഷയില്ലാത്ത ഐറ്റംസാണ് കേട്ടോ. നല്ലതുപോലെ വേവിച്ചെടുക്കുക. വെള്ളം ചേർക്കരുത്. ചോറിൻ്റെ കൂട്ട് വേറൊരു ഐറ്റംസും വേണ്ട. ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുപോകുന്നവർക്ക് കുട്ടികൾക്കായാലും എല്ലാവർക്കും ഈ ഒരൊറ്റ കറി മാക്സിമം മതിയാവും.